നരേന്ദ്രമോദിയെ പറ്റി പറയുമ്പോഴത് കേരളത്തിൽ ഒരു വലിയ ചർച്ചകൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് 2014 അന്ന് മോദി പ്രധാനമന്ത്രി, മോദി ഫോർ PM എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ സമയത്ത് അന്ന് ഇടതുപക്ഷ സൈബർ വിങ്ങുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഗുജറാത്തിലെ ചക്ക, ഗുജറാത്തിലെ മാങ്ങ, ഗുജറാത്തിലെ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫോട്ടോഷോപ്പിൽ വലിയ അത്രത്തോളം അപമാനിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കളിയാക്കലായിരുന്നു. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് VT ബൽറാമിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് നേതാവായ VT ബൽറാമിൻ്റെ. ഏത് പ്രധാനമന്ത്രി, അയാൾ എവിടുത്തെ പ്രധാനമന്ത്രിയാവും, അയാൾ വേണമെങ്കിൽ ഫേസ്ബുക്കിലെ പ്രധാനമന്ത്രിയാവും. ആ പോസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു BJP അണികളെ പോലും, BJP-ക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. വലിയ അടിയായിരുന്നു. പലരും ഒന്ന് പറഞ്ഞു ഞാൻ രാജ്യം വിട്ടുപോവാണ്, ചിലര് സഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് മോദിയുടെ അദ്ദേഹത്തിന് അയിത്തം കൽപ്പിച്ചത്, അത് നമ്മൾ പറയുന്ന അത് നമുക്ക് നമ്മുടെ ഒരാളെ, ഒരു മനുഷ്യനെ ഇത്രത്തോളം അവഹേളിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നത് ഈ ഒരു സിനിമകളിൽ കാണുന്ന റിവെഞ്ച് ഇല്ല. അതെ, റിവെഞ്ച് ഇല്ല, അങ്ങനെ അതൊരു വലിയ അൾട്ടിമേറ്റ് ആണ്. അതായത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി, നമ്മുടെ അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ അന്ന് മുഖ്യമന്ത്രിമാരുടെ ഒരു സമ്മേളനത്തിൽ മോദി അച്യുതാനന്ദന്റെ അടുത്തെങ്ങാണ്ട് നിന്നെന്നോ, അച്യുതാനന്ദന്റെ അടുത്തോട്ട് നീങ്ങി നിന്ന് തോളിൽ കയറാൻ ശ്രമിച്ചെന്നോ ഒക്കെയാണ് മലയാളത്തിലെ മാധ്യമങ്ങളും സൈബർ ടീമിലെ മോദി വിരുദ്ധരും പറയുന്നത്. പക്ഷേ ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് മോദിയുടെ ഈ കൈ തട്ടിമാറ്റി. അത് അപ്പോഴത്തേന് കേരളത്തിൽ ആഘോഷമായി, നരാധമനായ മോദിയുടെ കൈ തട്ടിമാറ്റി അച്യുതാനന്ദൻ എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് സഖാവ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ മാതൃക. അതെ, നരേന്ദ്രമോദി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ കാണുന്ന നമ്മളെ പോലുള്ളവർ, നമ്മൾ വിചാരിക്കുന്നു ഒരു മനുഷ്യനെ എത്രത്തോളം അയാളുടെ അടുത്ത് നിൽക്കുന്നത് പോലും അത്ര വലിയ പ്രശ്നമായിട്ട്. അത് കഴിഞ്ഞ് വേറൊരു ചിത്രം ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വീണ്ടും വൈറലായിട്ടുണ്ട്. അതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുന്ന ഒരു രംഗം. അന്ന് ആ തുടക്കത്തിൽ ഇതിട്ട് ഈ പറയുന്നത് കണ്ട് വിഷമിച്ചിരുന്ന പലരും ഈ ചിത്രം തിരിച്ചിട്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്, അതിന്റെ റിവെഞ്ച് എടുത്തത്. അതായത് മധുരമായ പ്രതികാരം എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ മധുരമായ പ്രതികാരം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് മധുരമായ പ്രതികാരങ്ങളേ ഉള്ളൂ, അതേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇവരെല്ലാവരും പോയി കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി വളരെ സന്തോഷമായിട്ട് ഇവരോട് സംസാരിക്കുന്ന, അന്ന് കൈയെടുത്ത് മാറി നിന്ന സഖാവ് VS അച്യുതാനന്ദൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നു, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഉമ്മൻചാണ്ടി പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സംസാരിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം അതൊരു ചെറിയ കാര്യമല്ല. മോദിക്ക് ചിലപ്പോൾ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ മോദിയെ അനുകൂലിക്കുന്നവർക്ക് അതൊരു വലിയ വിജയമായിരുന്നു. അതുതന്നെയാണ് അമേരിക്കയുടെ കാര്യത്തിലും നടന്നത്. അത് തന്നെ വിസ നിശ്ചയിച്ച അമേരിക്ക, പിന്നീട് അദ്ദേഹം ആദ്യ പ്രധാനമന്ത്രി ആയതിനു ശേഷം അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത, അത് പൊളിറ്റിക്കൽ റോക്ക് സ്റ്റാർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഗുജറാത്തിലേക്ക് അന്ന് കേരളത്തിൽ നിന്നും ആർക്കും പോകാൻ പറ്റില്ല. കേരളത്തിലെ മന്ത്രിമാര് ഗുജറാത്തിലെ ഏതെങ്കിലും നല്ല കാര്യം കാണാൻ പോയാലും പ്രശ്നമായിരുന്നു. ഷിബു ബേബി ജോൺ അന്ന് പോയപ്പോഴത്തേന് കേരളത്തിൽ കത്തുന്ന ഒരു വിഷയമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവര് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ അതൊരിക്കലും എന്താ പറയാ, ഒരു പെട്ടെന്ന് പൊട്ടി വീണതോ അല്ലെങ്കിൽ അത്ഭുതം സംഭവിച്ചതോ അല്ല. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ 76 തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം, അതിനു മുന്നേയുള്ള ജനങ്ങളുമായിട്ടുള്ള സമാജ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഉയർകൊണ്ട ഒരു നേതാവാണ് നരേന്ദ്രമോദി. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ഒരു മാറ്റം ഉണ്ടായത്. ഇതുപോലുള്ള പലരും പറയുന്നുണ്ട് ഒരുപാട് നരേന്ദ്രമോദിമാർ ഇനിയും ഇരിപ്പുണ്ട് എന്നുള്ളത്. ആ മാറ്റം വരുത്തുന്ന, അതായത് രാഷ്ട്രീയമല്ലാത്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരും, ഇതുപോലെ തന്നെ നിരവധി പേര് ഇന്നും RSSന്റെ പല സ്ഥാനങ്ങളിലുണ്ട്. അവര് രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതാണ് അന്ന് സംഭവിച്ചത്, ആ മാറ്റം ഉണ്ടായത്.